മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൽ സൗദി കിരീടാവകാശിക്ക് പങ്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖഷോഗി കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഒന്നും അറിയില്ലായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവന സൗദി കിരീടാവകാശിയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. സൗദിയുടെ പങ്ക് കണ്ടെത്തിയ 2021 CIA റിപ്പോർട്ടിനെ നിരാകരിച്ചാണ് ട്രംപിന്റെ പ്രസ്താവന. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 2018 കോളമിസ്റ്റും അതോടൊപ്പം തന്നെ സൗദി വിമർശകനും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ കോളമിസ്റ്റുമായ ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ടത്. ഈ ജമാൽ ഖഷോഗിയുടെ വധത്തിൽ സൗദിക്ക് പങ്കുണ്ടെന്ന എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അഭ്യൂഹങ്ങളെല്ലാം തന്നെ അന്ന് ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ അമേരിക്ക വലിയ രീതിയിൽ തന്നെ സൗദിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ CIA 2021 CIA റിപ്പോർട്ടും ഈ സൗദിക്ക് ജമാൽ ഖഷോഗിയുടെ വധത്തിൽ പങ്കുണ്ടെന്ന ശരിവെക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്തായാലും ഈ ജമാൽ ഖഷോഗിയുടെ വധത്തിൽ ഇപ്പോൾ സൗദിയെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൗദി കിരീടാവകാശിക്ക് ജമാൽ ഖഷോഗിയുടെ വധത്തിൽ പങ്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഖഷോഗി കൊല്ലപ്പെട്ടതിനെ കുറിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. സൗദിയുടെ പങ്ക് കണ്ടെത്തിയ 2021 CIA റിപ്പോർട്ടിനെ നിരാകരിച്ചുകൊണ്ടാണ് ട്രംപിന്റെ പ്രസ്താവന എന്നതാണ് എടുത്തു പറയേണ്ടത്. ഖഷോഗി വിവാദ വ്യക്തിയായിരുന്നുവെന്നും ചിലപ്പോൾ അരുതാത്ത സംഭവിക്കുമെന്നും മുഹമ്മദ് ബിൻ സൽമാനുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് പറയുകയുണ്ടായി. കൂടാതെ ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഖഷോഗി മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രതികരണം ഈ രീതിയിലാണോ? ഖഷോഗി കൊല്ലപ്പെട്ടത് വേദനാജനകമാണെന്നും വലിയ തെറ്റാണെന്നുമാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഈ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത്. 7 വർഷത്തിന് ശേഷമാണ് ഈ സൗദി കിരീടാവകാശി അമേരിക്കയിൽ എത്തുന്നതെന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അമേരിക്കയുമായി കൂടുതൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക അടക്കമുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുന്നതാണ് ലഭിക്കുന്ന വിവരം. സൗദി അറേബ്യ അമേരിക്കയിൽ $1 ട്രില്യൺ നിക്ഷേപം നടത്താനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ അമേരിക്ക സൗദിക്ക് അത്യാധുനിക F-35 വിമാനങ്ങൾ നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി. 48 പുതിയ വിമാനങ്ങൾ വാങ്ങാൻ സൗദി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടായതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ട 2018 വലിയ രീതിയിൽ ഒരു കോളിളക്കമുണ്ടായ ഒരു സംഭവം തന്നെയായിരുന്നു. സൗദിക്കെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി അമേരിക്ക അടക്കം രംഗത്ത് വരുന്ന സാഹചര്യം എല്ലാം തന്നെ അന്ന് ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തനോട് ട്രംപ് ശുഭിതനാവുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ സൽമാൻ സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. തൻ്റെ സന്ദർശകനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയം ഉന്നയിച്ചതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. എന്തായാലും നിങ്ങൾ പരാമർശിക്കുന്നത് ഒരു വിവാദ പുരുഷനായ ഒരാളെക്കുറിച്ചാണ് എന്നാണ് ട്രംപ് ആ മാധ്യമപ്രവർത്തനോട് വൈറ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞൊരു കാര്യം. ആ വ്യക്തി ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും പലതും സംഭവിക്കുമെന്ന കാര്യം അടക്കം പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും 2018 ജമാൽ ഖഷോഗി വധത്തിൽ മാധ്യമപ്രവർത്തനം അതോടൊപ്പം തന്നെ കോളമിസ്റ്റുമായിരുന്ന ജമാൽ ഖഷോഗി വധത്തിൽ ഇപ്പോൾ സൗദിയെ ന്യായീകരിച്ചുകൊണ്ട്, സൗദിയെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൽ സൗദി കിരീടാവകാശിക്ക് പങ്കില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഖഷോഗി കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഒന്നും അറിയില്ലായിരുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്. ട്രംപിന്റെ ഈ പ്രസ്താവന സൗദി കിരീടാവകാശിയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു